ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ അവരുണ്ടാക്കിയെടുക്കേണ്ട അല്ലെങ്കിൽ അവർക്കുള്ള യോഗ്യതകളും ഗുണങ്ങളും എന്താണ് എന്ന് സൂറത്തുൽ ഫുർഖാനിലെ എണ്ണം പറഞ്ഞ ചില ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിച്ച ആ ചർച്ചയാണ് നമ്മൾ നടത്തി വരുന്നത്. അതിലാദ്യമായി അള്ളാഹു പറഞ്ഞത്, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ രണ്ട് സ്വഭാവ ഗുണങ്ങളാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ അള്ളാഹു സംസാരിക്കുന്നത്. രണ്ട് സ്വഭാവ ഗുണങ്ങൾ, ഒന്ന് വിനയമാണ്, മറ്റൊന്ന് ശാന്തതയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിനയവും ശാന്തതയുമാണ് അള്ളാഹു ആദ്യം സംസാരിക്കുന്നത്. രണ്ടാമത് അള്ളാഹു പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ഭക്തിയിലേക്ക് കടന്നു വന്നുകൊണ്ടൊരു മനുഷ്യൻ നിരന്തരമായ ദൈവഭക്തി പുലർത്തും. പ്രത്യേകിച്ച് എല്ലാവരും നിശബ്ദമായി ശാന്തമായി ഉറങ്ങുന്ന രാത്രിയിൽ പോലും ദൈവഭക്തനായി അവൻ നിലകൊള്ളുന്നവനാണ്. ആ ഭക്തിയാണെങ്കിലും ആ മനുഷ്യനെ നിരന്തരമായ പ്രാർത്ഥനയിലേക്കും എത്തിക്കും. ആ പ്രാർത്ഥനയിൽ അവൻ മുൻതൂക്കം കൊടുക്കുക അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള അഭയമായിരിക്കും, അത് നരകമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കുമെന്നും ഖുർആൻ സംസാരിച്ചു. ആദ്യത്തെ 4 കാര്യങ്ങൾ, ഒന്ന് ഭക്തി, 2 കാര്യങ്ങൾ ഭക്തിയുമായി ബന്ധപ്പെട്ടും 2 കാര്യങ്ങൾ സ്വഭാവവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് നിർത്തിയ ഖുർആൻ. പിന്നെ പറഞ്ഞ 2 കാര്യങ്ങൾ അതൊരു മനുഷ്യൻ പുലർത്തേണ്ട, സാമ്പത്തിക രംഗത്ത് പുലർത്തേണ്ട അച്ചടക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ധൂർത്തടിക്കുന്നവനാകാൻ പാടില്ല ഒരിക്കലും ഒരു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമ എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഭാവി ഭാസുരമാക്കാമെന്ന് കണക്കാക്കി തൻ്റെ ചുറ്റുമുള്ളവരെ കാണാതെ ലുബ്ധിച്ചു വെക്കുന്നവനുമാകാൻ പാടില്ല. ചെലവഴിക്കുമ്പോഴും അത് പിടിച്ചു വെക്കുന്ന വിഷയത്തിലും അത് രണ്ടിനും ഇടയിൽ കവാമ, ഒരു മധ്യ നിലപാട് സ്വീകരിക്കുന്ന, ഒരു സാമ്പത്തിക അച്ചടക്കം പുലർത്തുന്ന വ്യക്തിയായിരിക്കണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയാകാൻ യോഗ്യതയുണ്ടാക്കുന്നത്. ആ വഴിയാണെന്ന് ഖുർആൻ സംസാരിച്ചു. അവിടെ സാമ്പത്തികമായ വിനിയോഗവുമായി ബന്ധപ്പെട്ടും 2 കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ പറഞ്ഞതെല്ലാം ഒരു മനുഷ്യൻ പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ അള്ളാഹു സംസാരിക്കുന്ന ഒരൊറ്റ ആയത്തിൽ 3 കാര്യങ്ങളാണ്. ഒരേ ആയത്തിൽ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന നഫ്സല്ലദീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. പിന്നെ 3 കാര്യങ്ങൾ അള്ളാഹു ഒറ്റ ആയത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അത് 3 കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. സശ്രദ്ധം ഒരു മനുഷ്യൻ ജാഗ്രത പുലർത്തേണ്ട 3 കാര്യങ്ങൾ. ഈ തിന്മകൾ സംഭവിക്കാനും പാടില്ല, അതിൽ മുൻകരുതൽ എടുക്കണം. ഓരോ മനുഷ്യനും പ്രതിജ്ഞാബദ്ധരായി നിൽക്കേണ്ട 3 തിന്മകൾ ഇല്ല, ജീവിതത്തിൽ അടുത്തു പോലും പോകില്ല എന്ന് പ്രതിജ്ഞ എടുക്കേണ്ട, അള്ളാഹുവിന് അപ്രിയമായ ഏറ്റവും വെറുക്കപ്പെട്ട 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ അള്ളാഹു പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെ കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അവരാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ടവർ. അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരോടുകൂടി സഹായം ചോദിക്കുന്ന സാഹചര്യം, അവരെ കൂടി വിളിച്ച് പ്രാർത്ഥിക്കുന്ന സാഹചര്യം, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും നിതാന്തമായ ജാഗ്രത നിങ്ങൾ പുലർത്തണം. അപ്പോഴാണ് നിങ്ങൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാവുക. അള്ളാഹു ആണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്നിട്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക. അതാ അവിടെ ചർച്ച. ഒന്നാമത് അത് പറഞ്ഞു. രണ്ടാമത് വലാ യഖ്തുലൂന നഫ്സല്ലദീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്തൊരു ജീവൻ മറ്റൊരു ജീവനെ പറിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. കൊലപാതകം നടത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ഒരു മനുഷ്യനെ വധിക്കുന്ന ഒരു വധത്തിലേക്ക് നിങ്ങൾ ചെന്നു ചേരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജാഗ്രതയോടെ കാണണം. അത് മഹാ അപരാധമാണ്. 2 മഹാ അപരാധങ്ങൾ അള്ളാഹു സംസാരിച്ചു ഇവിടെ. ഒന്ന് ശിർക്കാണ്, പടച്ചവനോട് പങ്കുവെക്കുക. രണ്ടാമത് വധമാണ്, മറ്റുള്ള മനുഷ്യരെ കൊന്നുകളയുക. ഈ 2 കാര്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യമാണ്, ആദർശ വിഷയമാണ്. ആദ്യത്തെ ചോദ്യം പരലോകത്ത്. അവിടെ നിങ്ങൾ ഈമാനും ശിർക്കുമാണ് പരിശോധിക്കപ്പെടുക. ഈമാനും ശിർക്കും പരിശോധിച്ച ശേഷമാണ് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക. കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ക്രിമിനൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്നത് വധത്തെക്കുറിച്ച്, രക്തത്തെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും പരലോകത്തുണ്ടാവുക. വലിയ കുറ്റമാണ്, അത് പാടില്ല എന്ന്. അതിലെപ്പോഴും നിതാന്തമായ ഒരു ജാഗ്രത വിശ്വാസി പുലർത്തണം. അപ്പോഴേ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാവുള്ളൂ. ഇത് ചെയ്യാതിരിക്കുക എന്നല്ല, ചെയ്യാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തിക്കൊണ്ടേയിരിക്കുക നിരന്തരമായിട്ട്. വലാ യസ്നൂൻ, പിന്നെ ഖുർആൻ പറഞ്ഞത് വലാ യസ്നൂൻ, വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ പാടില്ല.
അഭിഹിത ബന്ധങ്ങൾ, ലൈംഗികമായ അഭിഹിത ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഈ 3 കാര്യങ്ങളിൽ വ്യക്തമായ ജാഗ്രത നിരന്തരമായി പുലർത്തിക്കൊണ്ടേയിരിക്കണം. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ജീവിതത്തിൽ ഉടനീളം മരണം വരെയും ഈ 3 മഹാപാതകങ്ങളിൽ നമുക്ക് പങ്കാളിത്തമുണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടായിത്തീരും. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു അള്ളാഹുവിന് പ്രിയപ്പെട്ടവരുടെ വിശേഷണങ്ങൾ പറയാണ്. ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞു 6 കാര്യങ്ങൾ. ഇനി ആ ഗുണവാന്മാർ പുലർത്തേണ്ട ജാഗ്രത 3 പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷയത്തിൽ പുലർത്തേണ്ട വിഷയങ്ങൾ സംസാരിച്ചു. ശേഷം മറ്റു കാര്യങ്ങൾ തുടർന്ന് പറയാം. പക്ഷെ അള്ളാഹു അതല്ല ചെയ്തത്. ഈ വിഷയത്തെ അല്പം കൂടി വിശദീകരിച്ചു കൊടുത്തു. അതിന് തിക്തഫലങ്ങളെക്കുറിച്ച് ഖാസാമ അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഈ 3-4 തിന്മയിൽ ഒരു മനുഷ്യൻ ഏർപ്പെട്ടാൽ അവൻ ആ പാപത്തിൻ്റെ ഫലം അനുഭവിച്ചേ തീരൂ. അവന് അനശ്വരമായ നിന്യമായ നരകീയ ശിക്ഷയാണ് കാത്തിരിക്കുന്നത്. യഖ്ലുദു ഫീഹി മുഹാന എന്ന് നിന്യമായി അനന്തമായൊരു കാലഘട്ടം, ഒരു മനുഷ്യൻ അറ്റമില്ലാത്ത കാലഘട്ടങ്ങളിലേക്ക്, നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടും. നിരന്തരമായി നരകാഗ്നിയിൽ വെന്തുരുകേണ്ടി വരും. അതിൽ നിന്നൊരു മോചനമുണ്ടാകില്ല. അത്രയും കടുത്ത പാപങ്ങളാണ് ഈ 3 കുറ്റകൃത്യങ്ങളെന്ന് ഈ ആയത്തിൻ്റെ പശ്ചാത്തലം, അവതരണ പശ്ചാത്തലം പറയുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്ന, റസൂലിന് മുമ്പിൽ ഞാൻ ഒരിക്കൽ ചെന്നിരിക്കുമ്പോൾ റസൂലിനോട് ചോദിച്ചിട്ടുണ്ട്, റസൂലേ അയ്യു ദംബി അക്ബർ ഇൻദല്ലാഹ്, ഏത് പാപമാണ് നബി ഏറ്റവും ഗൗരവമേറിയ പാതകം? അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും കടുപ്പം കൂടിയ കുറ്റകൃത്യം ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കവേ നീ അള്ളാഹുവിനോട് പങ്കാളികളെ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും കടുത്ത പാവമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത് പറഞ്ഞു കൊടുത്തത് ഇതാണ്, അള്ളാഹുവാണ് നിന്നെ പടച്ചത്, അതിൽ പങ്കാളികളില്ല. നിന്നെ സൃഷ്ടിച്ചതിലും സംരക്ഷിക്കുന്നതിലും പരിപാലിക്കുന്നതിലും നിന്റെ ചുറ്റുമുള്ള എല്ലാ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിലും പടച്ചവൻ ഒരു പങ്കാളിയും ഇല്ലാതിരിക്കവേ നീ പടച്ചവന് പങ്കാളിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും കഠിനമായ പാപമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. രണ്ടാമത് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻതഖ്തുല ഇബ്നക, വലദക, നിന്റെ മകനെ നീ കൊന്നുകളയലാണ്. എന്ത് ചെയ്യും? മഖാഫത്തൻ അൻ തുതിഅമഹു, നിനക്ക് അവന് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. അഥവാ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് ഭാവിയിൽ എൻ്റെ മക്കളെ കൂടി കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. അവനെ വാകേറിയ ദൈവം വഴി കാണിക്കുമെന്ന് വിശ്വസിച്ചെങ്കിലും മക്കളെ വളർത്താൻ കഴിയില്ല. ഇനി ഒരു കാലഘട്ടത്തിൽ ആ മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾ വേണ്ട. ഈ വിധത്തിൽ ലിംഗനിർണ്ണയം നടത്തിയിട്ട് അബോർഷൻ നടത്തുന്ന സ്വഭാവം സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. ലിംഗനിർണ്ണയം നടത്തിയിട്ട് പെൺകുട്ടികളാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കെട്ടിച്ചുവിടാൻ വലിയ പ്രയാസമാണ്, വലിയ സാമ്പത്തിക ബാധ്യതയാണ്. അതുകൊണ്ട് ലിംഗനിർണ്ണയം നടത്തിയിട്ട് അബോർഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ തന്നെ എന്ത് മക്കളെ കൊന്നുകളയുന്നവരുണ്ട്. കുപ്പത്തൊട്ടിൽ ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. സാമ്പത്തികമായ പ്രതിസന്ധികൾ കാരണം സന്താനങ്ങളെ കൊന്നുകളയുക എന്നുള്ളതാണ് അതികഠിനമായ മറ്റൊരു പാപമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മായി, പിന്നെ ഏതാണ് നബിയെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അൻതുസാനിയ ഹലീലത ജാരിക എന്ന്, നീ നിൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയുമായിട്ട് അഭിഹിത ബന്ധം സ്ഥാപിക്കലാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 കാര്യങ്ങളാണ് റസൂലുള്ളാഹി വിശദീകരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് അവതീർണമാകുന്നത്. സൂറത്തുൽ ഫുർഖാനിൽ ഈ ആയത്ത് ഈ 3 കാര്യങ്ങൾ കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി വളരെ അതിൻ്റെ ഏറ്റവും ഗൗരവപ്പെട്ട ഭാഗങ്ങളിലേക്ക് സംസാരിച്ചു. റസൂൽ സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, ആദ്യം സംസാരിക്കുന്നത് അള്ളാഹുവിന് പങ്കാളിത്തം. ആ വിഷയത്തിൽ വലിയ ഗൗരവം, ഏത് രീതിയിൽ സംസാരിച്ചാലും ഒരേ ഗൗരവമാണ് വരിക. രണ്ടാമത് റസൂൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് സന്താനത്തെ കൊന്നുകളയുക. അന്യായമായി മനുഷ്യൻ നടത്തുന്ന എല്ലാ പദവും മഹാപാതകമാണ്. അതിലേറ്റവും കൊടിയ കുറ്റമാണ് ഒരു മനുഷ്യൻ അവന് കുഞ്ഞിനെ കൊന്നുകളയുക എന്നുള്ളത്. സ്വന്തം ചോരയിൽ ജനിച്ച കുഞ്ഞിനെ കൊന്നുകളയുക എന്നുള്ളത് കഠിനമായ പാപമാണ്. ഇത് റസൂൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സമൂഹമുണ്ടല്ലോ, പെൺകുഞ്ഞ് ജനിച്ചാൽ കൊന്നുകളയുന്ന ഒരു സമൂഹമാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവർക്ക് അള്ളാഹു പെൺകുഞ്ഞിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചാൽ, അതാ ബിഷാറത്ത് എന്ന വാക്ക് അള്ളാഹു ഉപയോഗിക്കുന്നത്. ഒരു സന്താനം എന്നുള്ള ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അള്ളാഹു പറയണം, എനിക്കിഷ്ടമുള്ള ആൾക്കാർക്ക് പെൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് ഞാൻ ആൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് ആൺ പെൺമക്കളെയും ഞാൻ സമ്മാനമായി നൽകും. ഹിബത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്ന അള്ളാഹു, ഗിഫ്റ്റ് എന്ന്, എൻ്റെ സമ്മാനമായിട്ട് സന്താനങ്ങളെ നൽകുമെന്ന്. ആ സന്താനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആണിനും പെണ്ണിനും ഒരേ വാക്കാണ് ഉപയോഗിക്കുന്നത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഗിഫ്റ്റാണെന്ന്. അള്ളാഹു പറയാണ്, ഏതെങ്കിലും മനുഷ്യന് ആ 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിനകത്ത് ഒരു പെൺകുഞ്ഞിൻ്റെ ജന്മം കൊണ്ടൊരു ആനന്ദമുണ്ടായാൽ, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, അതാ വാക്ക് ബിഷാറത്ത് എന്ന്. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടില്ല അത്.
അവർക്കിഷ്ടം അവരെ മുഖങ്ങൾ കരിവാളിക്കും, അവർ നിരാശരായിത്തീരും. ജനിച്ചത് പെൺകുഞ്ഞാണ്, തലകൾ താഴ്ത്തും. അവർ ഒരു നിമിഷത്തെ ആലോചനയാണ്. എന്ത് വേണം? ഈ ജനിച്ചത് പെൺകുഞ്ഞാണ്. ഈ സമൂഹത്തിൻ്റെ നിന്ദതയും ആക്ഷേപങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട് ഈ പെൺകുഞ്ഞിനെ തീറ്റിപ്പോറ്റി വളർത്തണമോ, അത് അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടണമോ എന്നൊരു നിമിഷത്തെ ആലോചന. അലസാമൂൻ, അവസാനം അവരിൽ പല ആൾക്കാരും എത്തിപ്പെട്ട തീരുമാനമെന്നുള്ളത് ഇതിനെ കൊന്നുകളയാമെന്നാണ്. ഈ പെൺകുഞ്ഞിനെ കൊന്നുകളയാമെന്ന് ആ സമൂഹത്തിൽ പെണ്ണ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ഉപകരണമായി കണക്കാക്കിയിരുന്നൊരു കാലഘട്ടമുണ്ട്. ഒരു ലൈംഗിക ഉപകരണം മാത്രമായി പുരുഷനെ സന്തോഷിപ്പിക്കുന്ന അസ്തിത്വമില്ലാത്ത, ആത്മാവില്ലാത്ത കേവലം ലൈംഗിക ഉപകരണമായി മാത്രം 6-ാം നൂറ്റാണ്ടിൽ ജനങ്ങൾ കണ്ടിരുന്ന ആ പെൺകുഞ്ഞിനെ തീറ്റിപ്പോട്ടി വളർത്തിയിട്ട് അങ്ങാടിയിലേക്ക് വിടാൻ അത് താല്പര്യമില്ല, അത് അപമാനമാണ്, അത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് സ്വന്തം ചോരക്കുഞ്ഞിനെ കുഴിച്ചു മൂടിയിട്ട് ഒന്നും അറിയാത്തവനെ പോലെ മടങ്ങിപ്പോയൊരു സമൂഹത്തിന് മുമ്പിൽ നിന്ന് റസൂൽ പറയാണ്, ഏറ്റവും കൊടിയ പാപം സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയലാണ് എന്ന്. സ്വന്തം ചോരയിൽ ജനിച്ച കുഞ്ഞിനെ കൊല്ലുമ്പോൾ അത് കഠിനമാണ്. അതിന് താഴോട്ട് എല്ലാം വരിക. എല്ലാ കൊലപാതകങ്ങളും കഠിനമാണ്. ആ പാവങ്ങൾ അല്ലാഹു മാപ്പ് കൊടുക്കാത്ത ശിക്ഷയാണ്, കുറ്റമാണ് എന്നാണ് ഖുർആൻ സംസാരിക്കുന്നത്. ശേഷം അത് ഏറ്റവും കഠിനമായത് റസൂൽ പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ ഓരോന്നും അവസാനം പറഞ്ഞത് ഈ അയൽക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളുടെ വിഷയത്തിലും നിതാന്തമായ ഒരു ജാഗ്രത പുലർത്തുന്ന ഒന്നാമത്തെ വിഷയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. പ്രാർത്ഥനയും സഹായം തേട്ടവും എല്ലാം റബ്ബിനോട് മാത്രം. ഇത് വലിയ അനാസ്ഥയുള്ളൊരു മേഖലയാണ്. വലിയ അനാസ്ഥ സമൂഹം കാണിക്കുന്ന ഒരു മേഖലയാണ്. വലിയ ശ്രദ്ധ കാണിക്കുന്നില്ല. അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നു, നിസ്കരിക്കുന്നു, അതുകൊണ്ട് എല്ലാമായി നമ്മൾ സ്വർഗത്തിൻ്റെ ആൾക്കാരാണ് എന്ന് നമ്മൾ താനേ കണക്കാക്കുകയും നമ്മുടെ വിശ്വാസത്തെ വിശുദ്ധീകരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും വലിയ വലിയ ഉലമാക്കളുടെ പോലും നിർദ്ദേശങ്ങൾ, അവരുടെ പോലും ജീവിതങ്ങൾ പലപ്പോഴും പാളിപ്പോകുന്ന സാഹചര്യം സമൂഹത്തിൽ വ്യാപകമായി നിൽക്കുന്നുണ്ട്. നിസാരമായ ഒരു വിഷയമായി കണക്കാക്കേണ്ട മേഖലയല്ല നമ്മുടെ പരലോകത്തിൻ്റെ ഒന്നാമത്തെ വിഷയമാണ് തൗഹീദ് എന്നുള്ളത്. ആദർശം, ആ വിശുദ്ധി കൈവരിക്കാതെ നമ്മൾ പടച്ചവൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. നമുക്ക് അത് ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇസ്തിഗാസ, തബറുക്ക്, അല്ലെങ്കിൽ ഇസ്തിആന, അങ്ങനെ പല മോഡൽ, പല പേരുകൾ പറഞ്ഞിട്ട് നേരിട്ടല്ല, തപസ്സുലാണ്, ഈ വിധത്തിൽ പല രീതിയിൽ ന്യായീകരിച്ചുകൊണ്ട് മഹാരഥന്മാരോടുള്ള വിളിച്ചു പ്രാർത്ഥനയെ അനുവദിക്കാൻ വേണ്ടി സമൂഹം വലിയ കഷ്ടപ്പാട് സഹിക്കുകയാണ്. വലിയ ബദ്ധപ്പാടുകൾ സഹിച്ചിട്ട് വലിയ വിശാലമായ ചർച്ചകൾ ചെയ്തിട്ട് വിളിച്ച് പ്രാർത്ഥനയെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. വലിയ അബദ്ധമാണ്. നിസ്സാരമായ വിഷയമല്ല, നമ്മുടെ സ്വർഗ്ഗനരകങ്ങളുടെ വിഷയമാണ്. ഈ വിഷയത്തിൽ അള്ളാഹു മാപ്പ് കൊടുക്കില്ല. ഇന്ന ശിർക്ക് ലദുൽമുൻ അലീം, തീർച്ചയായിട്ടും ഏറ്റവും കഠിനമായ പാവമാണ് ശിർക്ക് എന്നുള്ളത്, അള്ളാഹുവിനോട് പങ്കാക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ 5 നേരം നമസ്കരിക്കുമ്പോൾ റബ്ബിനോട് നടത്തുന്ന പ്രതിജ്ഞയുടെ വിരുദ്ധമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമ്മളെന്താ റബ്ബിനോട് പറയുക, അള്ളാഹു നിന്നോട് മാത്രമാണ് നമ്മൾ സഹായം ചോദിക്കാറ്, നിന്നോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കാറ് എന്ന് പടച്ചവനോട് പറയണം. 5 നേരം നമസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതി ഓരോ വക്തിലും ഓരോ റക്അത്തിലും നമ്മൾ പറയാണ്, നിന്നോട് മാത്രമാണ് സഹായം ചോദിക്കാറ്, നിന്നോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്, നിന്നോട് മാത്രമാണ് നമുക്ക് ഇബാദത്തുള്ളത്, വേറെ ആരെയും നമ്മൾ ആരാധിക്കാറില്ല, വേറെ ആരോടും പ്രാർത്ഥിക്കാറില്ല എന്ന് പറയുന്ന മനുഷ്യൻ എത്രയോ ആൾക്കാരുടെ മുമ്പിൽ, എത്രയോ കബറുകൾക്ക് മുമ്പിൽ, എത്രയോ ശിലകൾക്ക് മുമ്പിൽ, എത്രയോ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കാണ്. ആൾ ദൈവങ്ങളുടെ മുമ്പിൽ ആവശ്യങ്ങൾ ഇറക്കി വെക്കാണ്, സങ്കടങ്ങൾ ഇറക്കി വെക്കാണ്. അങ്ങനെ ഇതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും സാരമായ കേട് വരുത്തൂല നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? ഇതൊന്നും കുഴപ്പമില്ല എന്ന് കണക്കാക്കുന്നുണ്ടോ? ഇല്ല, വലിയ ഗൗരവപ്പെട്ട വിഷയമാണ്. മാപ്പില്ലാത്ത കുറ്റമാണ്. നിങ്ങൾ പടച്ചവൻ സൃഷ്ടിച്ചിരിക്കുമ്പോൾ ആ പടച്ചവനോടല്ലാത്ത ഒരാളോട് പ്രാർത്ഥന അത് പാടില്ല. അത് മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചാലും ശരി തന്നെയാണ്, ഇനി റിഫായ് ഷെയ്ഖിനെ വിളിച്ചാലും ശരി തന്നെയാണ്, ഏത് മഹാനെ വിളിച്ചാലും, മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് വിളിച്ചാലും അത് ഈ ഗുണം തന്നെയാണുള്ളത്. അത് ശിർക്ക് തന്നെയാണ്. പടച്ചവൻ മാപ്പാക്കൂല. ഇത് മഹാന്മാരുള്ള വെറുപ്പല്ല. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ കണക്കാക്കുന്നത് ഇത് പടച്ചവൻ പറഞ്ഞാൽ തുറന്നു പറയില്ലേ റബ്ബ്. നിങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണം, വലിയ ജാഗ്രത കാണിക്കണം. ചെറിയ അശ്രദ്ധയിലൂടെ പോവേണ്ട ഒരു മേഖലയല്ല ഇത് വളരെ സൂക്ഷ്മമായി സഞ്ചരിക്കേണ്ട ഗൗരവപ്പെട്ട ഒരു മേഖലയാണ് വിശ്വാസം എന്നുള്ളത്. അവിടെ നിങ്ങൾ ഗൗരവത്തോടെ പോവേണ്ട കാര്യമാണ്. അനാസ്ഥ പാടില്ല. വളരെ കൂളായിട്ട് ഇങ്ങനെ പോകേണ്ട ഒരു മേഖലയാണ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാം ശരിയാവും എന്ന് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ കണക്കാക്കാൻ പാടില്ലല്ലോ. നമ്മുടെ സ്വർഗ്ഗനരകങ്ങളുടെ വിഷയമല്ലേ ഇത്? മരണം വരെയും ജാഗ്രത പുലർത്തേണ്ട മേഖലയല്ലേ ഇത്? അബദ്ധത്തിൽ പോലും അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടുണ്ടോ? അല്ലാത്തൊരു കാര്യം നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ? അല്ലാത്തൊരാൾ നമ്മളെ ആപത്തിന് തടയുമെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ? നമ്മുടെ കൈ കെട്ടിയിരിക്കുന്ന ചരടോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ടു പോകുന്ന പട്ടോ, അല്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും നേർച്ച വിഹിതമായി കിട്ടുന്ന ഏതെങ്കിലും നേർച്ച ഭക്ഷണമോ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുമെന്ന്, അതിനൊക്കെ നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന്
ഏതെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടി, ഏതെങ്കിലും മനുഷ്യൻ, മരിച്ചുപോയ മക്ബറയിൽ കിടക്കുന്ന വ്യക്തി, അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന്, അള്ളാഹുവിനെ പോലെ സഹായിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ, അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ, വെറുതെ ഒരു പാഴ്ശ്രമം നടത്തിയാൽ പോലും അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കില്ലേ? നാളെ പരലോകത്ത് വലിയ നഷ്ടമുണ്ടാക്കില്ലേ? ജാഗ്രത പുലർത്തേണ്ട മേഖലയാണ്. വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ സ്വർഗവും നരകവും നിർണ്ണയിക്കുന്ന വിഷയമാണ്. ഒന്നാമത്തെ കാര്യം തൗഹീദ് എന്നുള്ളത്, വിശ്വാസം എന്നുള്ളത്. അവിടെ നിസ്സാരമായി പോകാൻ പാടില്ല. ഇപ്പോൾ SIR ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടികയെ വിശദീകരിക്കുന്നു, പുനഃക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രാജ്യവ്യാപകമായി ചർച്ച, മീഡിയകൾ നിരന്തരമായി ചർച്ച ചെയ്യുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകൾ ചർച്ചയായി, ഫാമിലി ഗ്രൂപ്പുകൾ ചർച്ചയായി, മഹല്ല് സംവിധാനങ്ങൾ ചർച്ചയായി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ നമ്മൾ ജാഗ്രത പുലർത്തണം. ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകുമെന്ന് ഭയപ്പെടുത്തുന്ന മെസ്സേജുകൾ നിരന്തരമായി ഗ്രൂപ്പുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ്. കാരണം നമുക്ക് തയ്യാറെടുത്തേ പറ്റുമെന്ന് നമ്മുടെ അവസ്ഥ എന്നുള്ളത് അല്ലേ? ആ കൂട്ടത്തിൽ ഇതുകൂടി അത് പറയേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ ഈ ജാഗ്രത മറ്റേ വിഷയത്തിലില്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ SIR എന്ന് പറഞ്ഞ ഒരു അപകടം പിടിച്ച കാര്യമൊന്നുമല്ലേ. രാജ്യത്ത് 7-8 പ്രാവശ്യം നടന്നിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇലക്ഷൻ സംവിധാനം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഇത് പലപ്പോഴായി നടക്കേണ്ട സംഗതിയുമാണ്. 2002 ശേഷം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. 23 വർഷത്തോളം ഇപ്പുറത്താണ് ഇപ്പോൾ അത് അടുത്ത് നടക്കാൻ പോകുന്നത്. ഈ കാലയളവിനുള്ളിൽ മരണപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യന്മാരെയൊക്കെ വോട്ടർ പട്ടികയിൽ കിടക്കുന്നുണ്ട്. അവരെയൊക്കെ പുറത്ത് പുതിയ ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്ത് ഇരട്ടി വോട്ടുകളുള്ളവരെയൊക്കെ ഒഴിവാക്കി അങ്ങനെ ഒരു വിശുദ്ധീകരണം, വോട്ടർ പട്ടികയിൽ ക്രമീകരണം കൊണ്ടുവരേണ്ടത് രാജ്യത്തിന് തന്നെ ആവശ്യമാണ്. അത് മാത്രമേ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് പൊതുവിൽ നമ്മൾ വെപ്പെങ്കിൽ പോലും നമ്മളിവിടെ ഒരു ഭയം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മാധ്യമങ്ങൾ ഭയപ്പെടുത്തുന്നു, എല്ലായിടത്തും ചർച്ചകൾ നടക്കുന്നു. അതിന് കാര്യമുണ്ട്, കാരണമുണ്ട്. എന്തുകൊണ്ട്? കാരണം ഈ രാജ്യത്ത് ഒരു 1.5 പതിറ്റാണ്ട് കാലമായിട്ട് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ, ഇവിടെ എന്ത് പറഞ്ഞാലും ജനം ഭയപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അരക്ഷിതരായി സമൂഹം മാറി ഈ രാജ്യത്ത് ഒരു നല്ല കാര്യം പറയാനോ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയാണെങ്കിലും ഇവിടുത്തെ ഭരണകൂടങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ ജനങ്ങൾ ഭയചകിതരാകുന്നുണ്ട് എങ്കിൽ വിശ്വാസ്യത ഭരണകൂടത്തിൻ്റെ വിഷയത്തിൽ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ് വാസ്തവം. ജനങ്ങൾ ഭയക്കാണ്. മേരെ പേര ദേശവാസിയോ എന്ന് വിളിക്കുന്നതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ പേടിക്കുന്ന കാര്യം. എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ എന്ന് ഈ രാജ്യത്തുള്ള ജനങ്ങളെ വിളിച്ചാൽ ജനങ്ങൾക്ക് അപ്പോഴേ അന്താളിപ്പെടും. എന്തോ നിരോധിക്കാൻ പോണ്, എന്തോ ഒരു പ്രശ്നം വരാൻ പോണ് എന്ന് ഭയക്കുന്നൊരു സാഹചര്യം ജനങ്ങൾ എത്തിയത് അനുഭവം കൊണ്ടാണ്. ഭൂതകാലത്തിൻ്റെ അനുഭവങ്ങൾ ഓരോന്നുകൂടി പരിശോധിക്കുമ്പോൾ 1.5 പതിറ്റാണ്ട് കാലം രാജ്യം കടന്നുപോയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നോട്ട് നിരോധനമടക്കം പല വിഷയങ്ങൾ, NRC വിഷയങ്ങളടക്കം ഒട്ടനവധി വിഷയങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഇതെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്, ഇതിൻ്റെ പിറകിൽ നന്മയല്ല തിന്മ പതിയിരിക്കുന്നോ എന്ന ഭയം സ്വാഭാവികമായി സമൂഹത്തിനുണ്ടാകുന്നതാണ്. പക്ഷേ ഈ ഭയം അവർക്ക് ആധാരമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഭയമാണ് അവരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. 140 കോടി ജനങ്ങളെ ഭയപ്പെടുത്താൻ ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഒറ്റ ഉത്തരവ് മതി എന്നുള്ള അവസ്ഥ എത്തിയെങ്കിൽ നമ്മൾ എത്രയോ ദുർബലരായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവനും നോട്ട് നിരോധിച്ചുകൊണ്ട് അവരെ കയ്യിലിരുന്ന പണം മുഴുവനും വെറും കടലാസാക്കി മാറ്റിയ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറയുമ്പോൾ എല്ലാം നാടിന് നന്മയ്ക്ക് എന്ന് പറയും. സ്വാഭാവികമായിട്ടും ഇതിൽ നന്മയാണുള്ളത്, നന്മയാണ്, നല്ല കാര്യമാണ്, നടക്കണം. ഈ ഭയപ്പെടുന്നത് പോലെ ഒന്നും നടക്കാതെ സുതാര്യമായ കാര്യങ്ങൾ നടക്കണം. ഇവിടെ ഭയപ്പെടുന്നതാണ്. ഇവിടെ ഈ പറയുന്ന സിസ്റ്റങ്ങളെല്ലാം ഈ ഇലക്ഷൻ കമ്മീഷൻ ആകട്ടെ, ജുഡീഷ്യറി സംവിധാനമാകട്ടെ, മറ്റ് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതി ജയിച്ചു വരുന്ന സിവിൽ സർവീസ് രംഗത്ത് നിൽക്കുന്ന ആൾക്കാരാവട്ടെ, ഏത് മേഖലയിലും സമ്പൂർണ്ണമായ ആധിപത്യം ഭരണകൂടം പുലർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നുകിൽ പ്രലോഭിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ പ്രകോപിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് സമൂഹങ്ങളെ വരുത്തിക്ക് നിർത്തിയിട്ട് അവരെ ഒരു ചട്ടുകങ്ങളാക്കി പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓരോ സിസ്റ്റങ്ങളും ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അവരുടെ എഗെയിൻസ്റ്റ് നിൽക്കുന്ന ശത്രുക്കളെ ഒതുക്കൽ കൂടി താല്പര്യപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പ്രഖ്യാപിതമായി BJP നയങ്ങളോട് അല്ലെങ്കിൽ RSS നയങ്ങളോട് എതിർത്ത് നിൽക്കുന്ന സമുദായം എന്ന നിലയിൽ മുസ്ലിമീങ്ങളോട് ഈ വിഷയത്തിൽ ഒരു വല്ലാത്തൊരു വകഭേദം നടപ്പിലാക്കാൻ സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്. അല്ല, ജനങ്ങൾ വന്ന് ഈ വോട്ടർ പട്ടികയിൽ തിരുത്തലായിട്ടല്ല ഇത് കണക്കാക്കുന്നത്. ഇത് തന്നെയാണ് NCR നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. 2026 പുറത്തു വരുന്ന വോട്ടർ പട്ടികയിൽ, അന്തിമ കരട് പട്ടികയിലോ അവസാന പട്ടികയിലോ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇന്ത്യൻ പൗരനായി, ഇല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം നമുക്ക് പിന്നീട് ഭീഷണിയാകുമെന്നൊരു ഭയം, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ എങ്ങും മനസ്സിലാക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒരു വിധത്തിലും നമ്മളാൽ കഴിയുന്ന അനാസ്ഥ കാണിക്കരുത്. സമുദായം ഒരു കാരണത്താൽ ഈ വിഷയത്തിൽ അനാസ്ഥ കാണിക്കരുത്. ഡോക്യുമെൻസുകൾ എപ്പോഴും പക്ക പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാകണം. വോട്ട് ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവകാശമാണ്. അതെങ്ങനെ വിനിയോഗിക്കണം, എവിടെ വിനിയോഗിക്കണം, അതുകൊണ്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. എന്നിരുന്നാൽ പോലും വോട്ടവകാശം ജനാധിപത്യ രാജ്യത്തിൽ നമ്മുടെ ഏറ്റവും മികച്ച
മികച്ച അവസരമാണ്, ഏറ്റവും വലിയ അവകാശമാണ്. അത് പൊരുതി നേടിയാണെങ്കിൽ പോലും ഉറപ്പുവരുത്തുക. വോട്ട് ചെയ്യണോ ചെയ്യണ്ടേ, ആർക്ക് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള വേറൊരു വിഷയം, അത് മറ്റൊരു ചർച്ചയാണ്. എന്നാൽ പോലും വോട്ടവകാശം ഉറപ്പുവരുത്താൻ എല്ലാ മനുഷ്യരും വ്യക്തമായി ശ്രമിക്കണം. നമ്മുടെ വീട്ടിനകത്തുള്ള ഓരോരുത്തർക്കും 18 കഴിഞ്ഞ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഇടം പിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സുകൾ തയ്യാറാക്കി വെക്കുക. പിന്നെ വരുന്ന കാര്യങ്ങൾ, നാളെ എന്ത് നടക്കുമെന്നുള്ള വിഷയത്തിൽ പടച്ചവനാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഒരുപാട് ആസൂത്രണങ്ങളും പദ്ധതികളുമായി ഇറങ്ങിത്തിരിച്ചവരെല്ലാം പാതി വഴിയിൽ വീണുപോയ ലോകത്തിൻ്റെ ചരിത്രമുള്ള ലോകത്തിനടുത്ത് നമ്മളെ ആദം സമൂദും അത് കണക്ക് തന്നെ ഫറോവയും അടങ്ങുന്ന ഒരുപാട് ഭീകരന്മാർ, നമ്രൂദ് അടക്കമുള്ള ഒരുപാട് ഭീകരന്മാർ വീണുപോയ ലോകത്ത് വിശ്വാസികൾ പിന്നെയും വാർന്നിട്ടുണ്ട് എങ്കിൽ ലോകത്ത് ഇതൊന്നും ഒരു അവസാനമല്ല. നമ്മൾ ഭയചകിതരായി നിൽക്കേണ്ട കാര്യമില്ല. പടച്ചവന്റെ ഭൂമിയിൽ ഒരു നാൾ ജനിച്ച് ഒരു നാൾ മരിക്കുമെന്ന് ഗ്യാരണ്ടിയുള്ള ഉറപ്പുള്ള പടച്ചവന്റെ കോടതിയിൽ പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അക്രമങ്ങൾക്ക് അല്ലാഹു എണ്ണി ശിക്ഷ കൊടുക്കുകയും സഹിച്ചവനും ക്ഷമിച്ചവനും സ്വർഗം കൊടുക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭയക്കേണ്ട കാര്യമില്ല, ധൈര്യമായിരിക്കണം. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ പൊതുവിൽ പുലർത്തുന്ന ജാഗ്രത ഉണ്ടല്ലോ, സിറ്റിസൺഷിപ്പ് പൗരത്വം പോലും തെറിച്ചു പോകുമോ എന്ന ഭയത്താൽ നമ്മൾ തയ്യാറെടുത്ത് 11ഓളം ഡോക്യുമെന്റ്സ് വെച്ചിട്ട് സന്ദർശകരെ കാത്തിരിക്കുന്ന ആ ജാഗ്രത എന്തുകൊണ്ട് ആദർശം കാത്തു സൂക്ഷിക്കുന്നതിലുണ്ടാവുന്നില്ല? നമ്മുടെ സ്വർഗവും നരകവുമല്ലേ പ്രധാനം? മരണത്തിനപ്പുറത്ത് പടച്ചവന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചവരിൽ ഒരുപാട് പേരുണ്ട്, ആൾദൈവങ്ങളുണ്ട്, മക്ബറയിൽ മരിച്ചു കിടക്കുന്ന മഹാരഥന്മാരുണ്ട്, മുഹീദ്ദീൻ ഷേഖുണ്ട്, മുഹമ്മദ് നബിയുണ്ട്, അള്ളാഹുവിനോടൊപ്പം പങ്കാളികൾ ഒരുപാട് പേര് നീ വിളിച്ചു പ്രാർത്ഥിച്ചിരിക്കുന്നു. അതിനൊന്നും നീ തൗബ ചെയ്തിട്ടുമില്ല. ഈ ശിർക്കുമായിട്ട് നിനക്കെങ്ങനെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയും? നരകമാണ്. യഖ്ലുദു ഫീഹി മുഹാന, അനശ്വരമായി നരകത്തിൽ കിടക്കാൻ അള്ളാഹു തീർപ്പ് കൽപ്പിച്ചാൽ തിരുത്താൻ നമുക്ക് അവസരമില്ല. ആ ജാഗ്രത നമുക്ക് ഇവിടെ വേണം. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അതാ ഖുർആൻ സംസാരിക്കുന്ന ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാർ എപ്പോഴും ജാഗ്രത പുലർത്തുന്ന വിഷയമാണ്. വല്ലദീന ലാ യദൂന മഅല്ലാഹി ഇലാഹൻ ആഖർ, ഒരിക്കൽ പോലും ഒരൊറ്റ നിമിഷത്തിൽ പോലും അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷം ഉണ്ടാകില്ല. അവർക്ക് പ്രശ്നങ്ങളുണ്ടാകും. മനുഷ്യർ സങ്കടങ്ങളും പ്രശ്നങ്ങളുമാണ് ജീവിതം. നമ്മളെ പ്രശ്നങ്ങളാണ് നമ്മൾ പലപ്പോഴും അള്ളാഹു അല്ലാത്തവരുടെ മുമ്പ് പ്രാർത്ഥിക്കാൻ നിർബന്ധിതരാക്കുന്നത്, അല്ലേ? നമ്മുടെ പ്രശ്നങ്ങൾ നിരന്തരം പ്രശ്നങ്ങളാണ്, എന്നും പ്രശ്നമാണ്. ഒരിടത്ത് ഒന്നടിപ്പിക്കുമ്പോൾ ഒന്ന് പോകും, ഒന്നടിക്കുമ്പോൾ ഒന്ന് പോകും. അടുത്ത പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ്, എന്തോ ഉണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക? പിന്നെ ചർച്ചയാണ് പലരുമായിട്ട്, നിരന്തരമായിട്ട് എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല, എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന്. അപ്പോൾ പിന്നെ ഭീമാപ്പള്ളിയിലേക്ക് ഒരു കൊല അങ്ങ് നേർച്ചയാക്കാൻ അവിടെ നിന്ന് എന്ത് ചെയ്യുക? ദുർബലമായൊരു സാഹചര്യത്തിൽ അന്ന് വരെ തൗഹീദ് പടച്ചവന് സഹായം കിട്ടുമെന്ന് തോന്നണില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? ഭീമ ഉമ്മച്ചായോ അല്ലെങ്കിൽ കടുവാപ്പള്ളിയിലെ തങ്ങളോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വഴിക്ക് പിടിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അതൊക്കെ നമുക്കുണ്ടാക്കുന്ന നഷ്ടം. ജീവിതം എങ്ങനെയാണ്? ഞങ്ങൾ അങ്ങനെ അല്ലെന്ന് കണക്കാക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായ ഹബീബ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ കടന്നുപോയ തീച്ചുളയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടില്ല. സൂറത്തുൽ ദുഹായിൽ അള്ളാഹു നബിയോട് പറയുന്നത്, നബി എന്താണ് താങ്കൾ കടന്നുപോയ വഴികളെന്ന്? പ്രവാചകൻ അനുഭവിച്ച വഴികൾ, അനാഥത്വം പേരെയുള്ള ജീവിതം, ബാല്യം, അഭയാർത്ഥിയായി യൗവന കാലഘട്ടം, സ്വന്തം നാട്ടിൽ പോലും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ, പ്രിയപ്പെട്ടവരുടെ നിരന്തരമായ മരണം, ഒന്നിനു പിറകെ ഒന്നായി മരണപ്പെട്ടു പോയ ഒരുപാട് രക്തസാക്ഷികളുടെ മുമ്പിൽ നിന്ന് പോയിട്ടുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ നിൽക്കേണ്ടി വന്നൊരു മനുഷ്യൻ ആട്ടും തുപ്പും സഹിച്ച് കല്ലേറ് കൊണ്ട് ചോര പൊടിഞ്ഞ് തെരുവിൽ ഇരുന്ന് കരഞ്ഞു പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഗതികേടങ്ങ് നമുക്കുണ്ടായില്ലല്ലോ. പക്ഷെ അപ്പോഴും റബ്ബിൻ്റെ മുമ്പിലെ റസൂൽ കൈനീട്ടിട്ടുള്ളൂ. സഹാബാക്കളുടെ അവസ്ഥ സമാനമായ സാഹചര്യം. റസൂലിനെ പോലെ പ്രയാസപ്പെട്ടു. അവരാണെങ്കിൽ ലാത്തയും മുസ്സയും മനാത്തയും ഒക്കെ വെച്ച് പൂജിച്ചിട്ട് അവിടെ മനോഹരമായി ജീവിച്ച ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്ന് അള്ളാഹുവിനെ മാത്രം വിളിച്ചപ്പോൾ നെഞ്ചിലിരുന്നത് പാറക്കല്ല്. ശ്വാസം മുട്ടിക്കാൻ വേണ്ടി പനയോലയിൽ കെട്ടിവെച്ചിട്ട് പഴം പഴിപ്പിക്കാൻ വെക്കുന്നത് പോലെ പുക അടിച്ചു കയറ്റിയിട്ട് ശ്വാസം മുട്ടിച്ചു ഉസ്മാൻ ബിൻ അഫ്ഫാൻ അടക്കമുള്ള സഹാബാക്കളെ തീക്കനലുകൾ വിരിച്ചിട്ടതിൽ മലർത്തിക്കിടത്തി. നഗ്നമായ ശരീരങ്ങൾ വെന്തുരുകി ആ തീക്കനലിലേക്ക് ഇഴുകി ചേർന്ന അവസാനം ചോരയും നീരും പുറത്തു വന്ന് തീക്കനലുകൾ കെട്ടുപോകുമ്പോൾ സഹാബാക്കൾ മാറ്റി പറഞ്ഞിട്ടില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നു. അങ്ങനെ പറഞ്ഞവരാ മുൻഗാമികൾ. ആ പ്രശ്നം ഉണ്ടായില്ലല്ലോ. നമുക്ക് പൈസ തികഞ്ഞില്ല, അതാ പ്രശ്നം. നമുക്കിവിടെ നിന്ന് പൈസ തികയുന്നില്ല പല ആവശ്യങ്ങൾക്ക്. അതുകൊണ്ട് നമ്മളെ പ്രശ്നങ്ങളൊക്കെ മാറാൻ, കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാവാൻ ഒരു തകിട് ഇവിടെ ഇരിക്കട്ടെ എന്ന് അങ്ങനെ ഫ്രെയിം ചെയ്ത് എല്ലാ കടയിലും മിക്കവാറും നല്ല ഫ്രെയിം ചെയ്തൊരു തകിട് ഇങ്ങനെ അറബി അക്ഷരമാലകൾ ഇങ്ങനെ കുത്തിപ്പറക്കി എഴുതി കുത്തിയിട്ടിട്ട് അത് നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് രക്ഷ. അതിങ്ങനെ കൊണ്ടുവരുമെന്ന് വലിയ തൗഹീദ് പറയുന്നവൻ്റെയും വീടിൻ്റെ 4 മൂല കുഴിച്ച് കഴിഞ്ഞാൽ കുപ്പി കിട്ടുമെന്നുള്ള സാഹചര്യമാണുള്ളത്. ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണ്. പടച്ചവൻ നമ്മൾ മദ്രസയിൽ നിന്ന് എല്ലാവരും പഠിക്കുന്നത്. മദ്രസ കാലത്ത് ആദ്യകാലത്തെ പഠിക്കാൻ തുടങ്ങിയ ഈമാൻ കാര്യങ്ങൾ, നന്മയും തിന്മയും പടച്ചവൻ്റെ തീരുമാനമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിൽ നിന്ന് ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ലല്ലോ. സങ്കടവും വരും. റസൂൽ പോലും അറിഞ്ഞില്ലല്ലോ റസൂലിൻ്റെ മകൻ കൈ കടന്ന് മരിക്കുമ്പോൾ നീ ഒരു മരണ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന്. നിന്റെ മകൻ നിന്റെ കൈ കടന്ന് മരിക്കാൻ പോവുകയാണെന്ന് റസൂൽ അറിഞ്ഞു.
വാരിയെടുത്ത് ചുംബനങ്ങൾ കൊടുത്ത് അസർ നമസ്കാരത്തിനും മഗ്‌രിബിനും ഇടയിൽ കുടുംബം മുഴുവൻ വിസിറ്റ് ചെയ്ത് സ്വന്തം മകനെയും കണ്ട് മടങ്ങാൻ വേണ്ടി ചെന്ന് വാരിയെടുക്കുമ്പോൾ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു പോയത് സ്വന്തം മകനാണ്. പടച്ചവൻ്റെ തീരുമാനമല്ലേ, ലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുനാ എന്ന്. റബ്ബിൻ്റെ തീരുമാനമാണ്, എനിക്കിവിടെ ഒന്നും പറയാനില്ല, ഞാൻ മോശമായ ഒരു വാക്ക് പോലും പറയില്ല എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൻ്റെ കാര്യത്തിൽ പോലും അള്ളാഹു അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, വലിയ കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഈ ചരിത്രമുള്ളപ്പോൾ അത് പഠിച്ച് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പ്രയാസങ്ങളിലും പടച്ചവനല്ലാത്ത ഒന്നിനെ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇതൊരു നിരന്തരമായി ജാഗ്രത പുലർത്തണം. ഇത് ചെറിയ വിഷയവുമല്ല. രണ്ടാമത് പോലെ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് എന്ന് ഖുർആൻ സംസാരിക്കുന്നു. രണ്ടാമത് ഇബാദുർ റഹ്മാൻ ഈ ക്രമത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൊലപാതകങ്ങൾ. ജീവിതത്തിൽ ഒരാളെ കൊല്ലുക എന്നുള്ളത് ചിന്തയിൽ പോലും വരാൻ പാടില്ല. നമ്മുടെ അവരൻ്റെ ഇല്ലാ ബിൽ ഹഖ് എന്ന്, അന്യായമായിട്ടെന്ന. ന്യായമായ ചില ഘട്ടങ്ങളുണ്ട്, ന്യായമായ ചില ഘട്ടങ്ങളുണ്ട്. യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിജയിക്കാൻ വേണ്ടി നടക്കുന്നത് പോരാട്ടമാണ്. അവിടെ കൊലപാതകം തന്നെയാണ്, പരസ്പരം കൊല്ലുക എന്നുള്ളത് തന്നെയാണ് യുദ്ധത്തിൻ്റെ തിയറി എന്നുള്ളത്, യുദ്ധത്തിൻ്റെ നിയമം എന്നുള്ളത്. പക്ഷേ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരോട് മാത്രം ഇങ്ങോട്ട് വെട്ടാൻ നിൽക്കുന്നവനെ അങ്ങോട്ട് വെട്ടാമെന്നല്ലാതെ അവരുടെ ആൾക്കാരെ, കുട്ടികളെയും അവരുടെ ചുറ്റുമുള്ളവരെയും, സ്ത്രീകളെയും, ദുർബലരെയും, വൃദ്ധന്മാരെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് പരിപൂർണമായ നിഷ്കാസനം ചെയ്യുന്ന കൊലപാതകത്തിൻ്റെ പരമ്പരകൾ അഴിച്ചുവിടാൻ അനുവാദമില്ല. യുദ്ധ നിയമം അതല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാത്തിടത്ത്, അല്ലെങ്കിൽ പിന്നെ ഈ വധത്തിന് പകരം കിസാസിൻ്റെ ഭാഗം, കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ട് വധശിക്ഷ ജുഡീഷ്യറി വിധിക്കുമ്പോൾ അവിടെ ആരാച്ചാരായിട്ട് സേവനം ചെയ്യുന്ന കൊലപാതകം നടക്കാം. ആ കൊലയ്ക്ക് അനുവാദം കൊടുക്കാൻ ബാധിക്കപ്പെട്ടവന്, എൻ്റെ പ്രിയപ്പെട്ടവർ വധിക്കപ്പെട്ടിരിക്കുന്നു, പ്രതികാരം നടപ്പിലാക്കണം, പ്രതിശിക്ഷ നടപ്പിലാക്കണം. ശിക്ഷ നടപ്പിലാക്കുമ്പോൾ നമുക്കതിൽ നിർബന്ധം പിടിക്കാം, കട്ടായം പിടിക്കാം, കൊലയ്ക്ക് കൊല എന്ന ശിക്ഷ നടപ്പിലാക്കി തീരുവെന്ന്. ന്യായമാണ്, അത് ന്യായമായ കൊലപാതകങ്ങളാണ്. അല്ലാതെ അന്യായമായ നിലയിൽ ഒരു കൊലപാതകവും നടത്താൻ പാടില്ല. അത് സ്വന്തം മക്കളെ ദാരിദ്ര്യം പയന്നിട്ട് കൊലപാതകം നടത്തിയാലും ശരി തന്നെ, അപരദ്രോഹത്തിൻ്റെ പേരിൽ, ശത്രുതയുടെ പേരിൽ, ഏതർത്ഥത്തിലാണെങ്കിൽ പോലും അരുത്, പാടില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ കുറ്റകൃത്യങ്ങളെ അനുവദിക്കുന്നേ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ ആണിയിട്ട് പറയാണ്. വലിയ കുറ്റമാണ്. ഒരാളുടെ ജീവൻ എടുക്കാൻ ചിന്തിക്കുന്നത് പോലും അങ്ങനെ ജീവൻ കൊടുക്കലാണ്, ജീവിപ്പിക്കലാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇസ്ലാം എപ്പോഴും താല്പര്യപ്പെടുന്നത് മനുഷ്യൻ ജീവിപ്പിക്കലുമാണ്. കൊല്ലാൻ വേണ്ടി ഇറങ്ങിച്ചെല്ലലും കൊന്നിട്ട് രക്തസാക്ഷിത്വം വഹിക്കലുമല്ല ഇസ്ലാം പറയുന്നത്. അങ്ങോട്ട് പോയി കൊല്ലുക, ഇങ്ങോട്ട് കൊല്ലപ്പെട്ട് രക്തസാക്ഷിയാവുക, ഇതല്ല ഇസ്ലാം മഹത്വമായി കണ്ടത്. ജീവിക്കലാണ്. എത്ര കാലം നീ ജീവിക്കുന്നു, എത്ര കാലം നീ നന്മകൾ ചെയ്യുന്നു എന്നതാണ് ഇസ്ലാമിൽ പ്രധാനം. പക്ഷേ സാഹചര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവൻ സമർപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യർക്ക് സ്വൈരമായി, സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടി, അവരെ ആദർശത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ട ഭീതിയിൽ ഞാൻ രക്തസാക്ഷിയായാൽ ആ മരണം ആയിരങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ അർത്ഥത്തിലാണ് രക്തസാക്ഷിത്വം എന്ത് ചെയ്യും മഹത്വമുള്ളായത്. അല്ലാതെ എല്ലാവരും ചുമ്മാ പോയി ആരെങ്കിലും മുമ്പിൽ കഴുത്ത് വെച്ചിട്ട് വെട്ടുകൊണ്ട് രക്തസാക്ഷിയാവാനല്ല ഇസ്ലാം പറയുന്നത്. ജീവിക്കാനാണ് ഇസ്ലാം പ്രേരിപ്പിക്കുന്നത്. അവസാനം വരെയും ജീവിപ്പിക്കാനും അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. എന്ന് ആക്രമിക്കുന്നവനെയും ആക്രമിക്കപ്പെടുന്നവനെയും നീ സഹായിക്കണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആക്രമിക്കണവനെ സഹായിക്കണം, കൊല്ലാൻ നിൽക്കുന്നവനെയും സഹായിക്കണം, കൊല്ലപ്പെട്ടവനെയും സഹായിക്കണം, അടി കൊണ്ടവനെയും സഹായിക്കണമെന്ന് റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബി അതെന്ത് ന്യായമാണുള്ളത്? ഇത് അന്യായമല്ലേ റസൂലേ എന്ന്? ആക്രമിക്കാൻ നിൽക്കുന്നവൻ എങ്ങനെ സഹായിക്കുക, കൊല്ലാൻ വരുന്നവൻ എങ്ങനെ സഹായിക്കാമെന്ന്? അവനെ തടഞ്ഞിട്ട് സഹായിക്കണമെന്ന്. അവനോട് ചെയ്യുന്ന സഹായമാണ് അവനെ തടയുക എന്ന്. അരുത്, ഇത് തിന്മയാണ് എന്ന്. കൊലപാതകം ഒരു വിഷയത്തിനും പരിഹാരമല്ല എന്ന്, അക്രമം ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞ് ചെറുക്കാൻ നിന്നെ കൊണ്ട് കഴിയണം. അത് നീ അവന് ചെയ്യുന്ന സഹായമാണ് എന്ന്. ആക്രമിക്കപ്പെടുന്നവനെ നീ സഹായിക്കണം, അത് തടഞ്ഞുകൊണ്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാ റസൂൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായ ജാഗ്രത പുലർത്തുന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് നീ ആദർശം എന്നുള്ളത്, രണ്ട് ഇത്തരത്തിലുള്ള ഏത് പ്രകോപന സാഹചര്യത്തിലും ആയുധം കയ്യിലേന്തുന്നൊരു സാഹചര്യം വ്യക്തിപരമായ ഒരു ഘട്ടത്തിലും ഉണ്ടാകാൻ പാടില്ല എന്ന്. കുടുംബ വഴക്കിനിടയിൽ പോലും എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയെടുക്കുന്ന, ആയുധമെടുക്കുന്ന സാഹചര്യം. വാപ്പായും മക്കളും വരെ വഴക്ക് കൂടിയാൽ അവർ പിന്നെ ഉടനെ കത്തി കയ്യിലെടുക്കുകയാണ്. എന്തിനും എന്ത് ചെയ്യുക, മുഷ്ടി ചുരുട്ടാണ്. ഇതൊന്നുമല്ല, സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങൾ സംസാരിച്ച് തീർക്കുക. കോപം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക, അല്ലെങ്കിൽ നീ ഉളു എടുക്കുക. അങ്ങനെ ഒരുപാട് കോപത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പോലും വളരെ മനോഹരമായി ഫിലോസഫർ, ലോകത്തിൽ കണ്ട ഏറ്റവും വലിയ തത്വശാസ്ത്രജ്ഞൻ, ഏറ്റവും വലിയ സൈക്കാട്രിസ്റ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മനോഹരമായ കാര്യമാണ്, നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചില ചിട്ടകളും കാര്യങ്ങളുമുണ്ട്. അതുകൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഗൗരവത്തോടെ ഈ രണ്ട് വിഷയങ്ങൾ കാണുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്, ഈ ആയത്തിൽ മൂന്നാമത് അള്ളാഹു പറയുന്നത് പോലെ യസ്നുൻ, വ്യഭിചാരത്തിൽ ഏർപ്പെടാത്തവരുമാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ട ദാസന്മാരെന്ന്.
ഇത് വളരെ ഗൗരവത്തോടു കൂടി വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ആ വിഷയത്തിൽ റസൂൽ പറഞ്ഞ ഒരു ഭാഗം റസൂൽ പറയുന്നത് ഏറ്റവും ഗൗരവപ്പെട്ട തിന്മ എന്ന് പറഞ്ഞാൽ ദുസാനിയ ഹലീലത്തെ ജാരിക്കാന, നിൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയുമായിട്ട് നീ അവിഹിത ബന്ധം സ്ഥാപിക്കലാണ് ഏറ്റവും കൊടിയ ക്രൈം, ഏറ്റവും കൊടിയ കുറ്റമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വ്യഭിചാരം എന്നുള്ളത്, അവിഹിത ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് അത് കുറ്റമാണ്. എല്ലാത്തിനും ഒരേ സ്വഭാവമാണ്. അതിൽ ഏറ്റവും തീവ്രമായൊരു മേഖലയാണ് റസൂൽ ഇവിടെ എടുത്തു കാണിച്ചത്. അത് തീവ്രതയാക്കി രണ്ട് കാരണമുണ്ട്. ഒന്ന്, അതിൻ്റെ സാഹചര്യങ്ങൾ കൂടുതലാണ്. രണ്ട്, അയൽക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടപ്പറപ്പിനെ പോലെ തന്നെ നമ്മൾ പരസ്പരം വിശ്വസിക്കേണ്ട വ്യക്തികളാണ്. പരസ്പരം എന്ന് വെച്ചാൽ റസൂൽ പറയുന്നുണ്ട്, അയൽക്കാരോടുള്ള കടമകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ നിരന്തരമായ നിർദ്ദേശങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്ന് അവസാനം എനിക്ക് തോന്നി, ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിൽ നിന്ന് അനന്തരാവകാശം എടുക്കാൻ കൂടി അവകാശം അയൽക്കാരനുണ്ടാകുമോ എന്ന് ഭയന്നുപോയി എന്ന്. അത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹുവും റസൂലും അയൽക്കാരുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെ സംസാരിക്കുന്നത്. നമ്മൾ ഏറ്റവും പക്ക വിശ്വസിക്കേണ്ട ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ വിശ്വാസ്യത പുലർത്തേണ്ടത് അവരോടാണ്. ചതി പാടില്ല, അങ്ങ് തട്ടിപ്പ് പാടില്ല, വെട്ടിപ്പാടില്ല, അക്രമം പാടില്ല പരസ്പരം. കാരണം നമ്മൾ ഇരിച്ചവരുകൾക്കപ്പുറത്തൊരു മതിൽ കോമ്പൗണ്ടിന് അപ്പുറവും ഇപ്പുറവും ജീവിക്കുന്നവർ, ഒരു കുടുംബം എന്ന പോലെ കൊണ്ടും കൊടുത്തും ജീവിക്കേണ്ട ആൾക്കാരാണ്. അവിടെ കയറിയിട്ട് ഒരു അവിഹിത ബന്ധം സ്ഥാപിക്കും. ഇവിടെ ഏറ്റവും വലിയ നിലയിൽ ഇപ്പോൾ നമ്മളെല്ലാവരും പകൽ മാന്യന്മാരാണ്, വലിയ മാന്യന്മാരുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ കാലഘട്ടത്തിൽ വലിയ മോശപ്പെട്ടൊരു മേഖലയാണ് അവിഹിത ബന്ധങ്ങൾ. അത് ഒരു നിലയിൽ വലിയ ഗൗരവമായിട്ട് അല്ലെങ്കിൽ വലിയ നേട്ടമായിട്ട് കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് അക്രമം തന്നെയാണ്, വലിയ മോശപ്പെട്ട. നിങ്ങൾക്ക് ഒന്നിലേറെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട് ഇസ്ലാമിനകത്ത്. ഒന്നാണ് ഏറ്റവും നല്ലത്, നീതി പുലർത്തുന്നത് ഏറ്റവും നല്ലത് ഒന്നാണെങ്കിൽ പോലും 4 വിവാഹം വരെ ഒരു സമയത്ത് 4 ഭാര്യമാരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അവർ ഭാര്യമാരെന്ന നിലയിൽ അവർക്ക് അവകാശമുണ്ട്, സ്വത്തവകാശമുണ്ട്, നിങ്ങളുടെ നഫക്കത്തിൻ്റെ അവകാശമുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് പിതൃത്വമുണ്ട്, എല്ലാമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മാന്യമായ നിലയിൽ ബഹുഭാരിത്വം അനുവദിക്കുമ്പോഴും ഇസ്ലാം പറയുന്നത് ഒരു അവിഹിത ബന്ധം പോലും പാടില്ല. ഒരു ഉപ്പാട്ടി സമ്പ്രദായം ഇസ്ലാമിലില്ല. അതിന് ഏതടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അത് കണക്ക് തന്നെ അവരുടെ ഭാര്യയോ സഹോദരിയോ അല്ലെങ്കിൽ അവൻ്റെ മകളുമായി ബന്ധപ്പെട്ടോ നിങ്ങളൊരു ലൈംഗിക ബന്ധം അവരുമായി പുലർത്തുക എന്നുള്ളത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പുറത്താണെങ്കിൽ പോലും അവർക്ക് വിരോധമില്ല. നമ്മൾ ധാരണപ്പുറത്ത് പോകണമെന്ന്. അതുകൊണ്ട് ഇത് ന്യായീകരിക്കാമെന്നാണോ? അത് നന്മയാവാൻ പോകുകയാണോ? വലിയ തിന്മയാണ്. മനുഷ്യന്മാരാണ് സംഭവിച്ചു പോയേക്കാം, മനുഷ്യന്മാരാണ് സംഭവിച്ചിട്ടുണ്ടായേക്കാം, ഒരുപക്ഷെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടായിരിക്കാം അത്തരം ബന്ധങ്ങൾ. പക്ഷെ ഇത് മനുഷ്യന്റെ മുമ്പിൽ ഇനിയും അവസരമുണ്ട്. ഇല്ലാമൻ താബ വആമന വഅമല സ്വാലിഹൻ. ഖുർആൻ പറഞ്ഞത് ഇവിടെ പശ്ചാത്താപം ഞാൻ ഇപ്പോഴും തുറന്നിട്ടുണ്ട് കേട്ടോ എന്നാ അള്ളാഹ് പറഞ്ഞ ഈ ആയത്തിന്റെ ചേർത്ത് പറഞ്ഞതാ. ഇപ്പോഴും ഞാൻ പശ്ചാത്താപത്തിന്റെ വാതിൽ തുറന്നിട്ടുണ്ട്. ഈ കൊടിയ പാവങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തണം, അവസാനിപ്പിക്കണം. തൗബ ചെയ്ത് മടങ്ങി വരൂ. ആ തൗബയ്ക്ക് വണ്ണം കൂടും. അന്നപ്പൻ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് പറഞ്ഞാൽ തീരുമെന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത്. ഇത് കൊടിയ പാവമാണ്. ഇത് ഓരോന്നും ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്ര നേരം നിങ്ങൾ കിടക്കേണ്ടി വരും, കണ്ണീരെത്ര നിങ്ങൾ വാർക്കേണ്ടി വരും. പ്രതിജ്ഞാബദ്ധമായി റബ്ബിൻ്റെ മുമ്പിൽ കൈകൾ വെച്ചിട്ട് ഒരിക്കൽ പോലും ഈ അപരാധത്തിലേക്ക് മടങ്ങില്ല എന്ന് വാക്ക് കൊടുക്കേണ്ടി വരും. മടങ്ങാൻ പാടില്ല. പിന്നെ അതിലേക്ക് പടച്ചവൻ്റെ മുമ്പിൽ കണ്ണീർ തൂക്കിക്കൊണ്ട് നിങ്ങൾ മാപ്പപേക്ഷിക്കേണ്ടി വരും. പടച്ചവൻ സ്വീകരിച്ചോ എന്ന് നമുക്ക് ഉറപ്പില്ലാത്തിടത്തോളം കാലം മരണം വരെയും ഈ പശ്ചാത്തലം തുടരേണ്ടി വരും. ഈ പാപത്തിൽ നിന്ന് മാറി നിൽക്കണം. ഇത് അലങ്കാരമായി കൊണ്ടു നടക്കാൻ പാടില്ല. കേവലം മിനിറ്റുകളോ മണിക്കൂറുകളോ നീണ്ടു നിൽക്കുന്ന ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി അവരുടെ ഭാര്യയുമായിട്ട്, അവരുടെ സഹോദരിയുമായിട്ട്, അവൻ്റെ കൂടപ്പറപ്പുമായിട്ട്, അവൻ്റെ മകളുമായിട്ട് അവിഹിതമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിൽ ഒരു മഹത്വവും നമുക്കില്ല എന്ന് മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ്. ഇന്ന് ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ഒരു വീടിൻ്റെ ബെഡ്റൂമിനകത്ത് കടന്നു പോകാൻ ആ വീട് വരെ പോകേണ്ടതില്ല. ഒരു മൊബൈൽ ഫോൺ ഒന്ന് കണക്ട് ചെയ്താൽ മതി എന്നുള്ള സാഹചര്യമുള്ളപ്പോൾ ഒരു മെസ്സേജിലൂടെ, ഒരു നോട്ടത്തിലൂടെ, ഒരു സംസാരത്തിലൂടെ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് അവിഹിത ബന്ധങ്ങളുടെ വാതിൽ എന്നുള്ളത്. അത് ഖുർആൻ ആദ്യമേ പറഞ്ഞത്. കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും കുല്ലിൽ മുഅ്മിനാത്തി യഗ്ദൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദൂന ഫുറൂജഹുന്ന. ഖുർആൻ പറഞ്ഞത് പുരുഷന്മാരോട് പറയണം, പെണ്ണുങ്ങളോടും പറയണം കണ്ണുകൾ താഴ്ത്താൻ. ഈ നോട്ടങ്ങൾ വേണ്ട എന്ന്. നോട്ടങ്ങളാണ് ആദ്യം പരസ്പരം കണ്ടും പിന്നെ സംസാരിച്ചുമാണ് പല ബന്ധങ്ങളും ഇവിടെ അവിഹിത ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുക. അത് പാടില്ല എന്ന്. കൂടപ്പിറപ്പിൻ്റെ ഭാര്യയുമായി അവിഹിത ബന്ധങ്ങൾ, അത് ആൾക്കാരൻ്റെ ഭാര്യയുമായി അവിഹിത ബന്ധങ്ങൾ, ഏറ്റവും കൂടുതൽ ആഭാസത്തരങ്ങൾ, ഏറ്റവും വലിയ മോശത്തരങ്ങൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഉള്ളതും ഇത് തന്നെയാണ്. അതുകൊണ്ട് അരുത്, ഇത് പാവമാണ്. ഈ പാതകത്തിൽ നിന്ന് വിശുദ്ധി കൈവരിക്കാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ചിട്ട് പടച്ചവൻ്റെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഈമാനും അമാലു സ്വാലിഹാത്തും ഈ തൗബയും കൊണ്ട് മടങ്ങാൻ കഴിയണം. അങ്ങനെ മടങ്ങിയാൽ സയുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്, അവരെ തിന്മകളെ നന്മകളാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ.
അങ്ങനെ ചെയ്താൽ അവർ ചെയ്ത തിന്മകളുടെ പ്രായശ്ചിത്തമായി തൗബ മുമ്പിൽ വെച്ചാൽ ആ തിന്മകളെ മാറ്റിയിട്ട് അള്ളാഹു നന്മയുടെ കൂലി കൊടുക്കാമെന്ന് വിശുദ്ധ ഖുർആൻ റബ്ബിന്റെ വാക്കാണ്. തിരുത്താൻ നമ്മുടെ മുമ്പിൽ ഇനിയും അവസരമുണ്ട്. ഈ നിമിഷവും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെയും തിരുത്തിയിട്ടില്ല എങ്കിൽ, ഇനിയൊരു അവസരം നമുക്ക് അള്ളാഹു നൽകിയിട്ടില്ല എങ്കിൽ ഒരിക്കലും ഈ പാപത്തിൽ നിന്ന് മുക്തി ഉണ്ടാവില്ല. പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന നിമിഷമുണ്ടല്ലോ, അന്ന് നമ്മുടെ മാന്യതയുടെ മുഖംമൂടികളെല്ലാം അഴിഞ്ഞു വീണിട്ട് എന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വിവസ്ത്രരായി നിൽക്കുന്നത് പോലെ എല്ലാം പുറത്തു കൊണ്ടുവന്ന അള്ളാഹുവിനും ഒളിച്ചു വച്ച രഹസ്യങ്ങളെല്ലാം പുറത്തിടുന്ന ഒരു ദിവസമുണ്ട്. എല്ലാ രഹസ്യങ്ങളുടെയും മൂടുപടങ്ങൾ അടിച്ചു മാറ്റിയിട്ട് അള്ളാഹു പുറത്ത് കാണിക്കുമ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ സഹോദരൻ, നമ്മൾ അങ്ങേയറ്റം വിശ്വസിച്ച നമ്മുടെ അയൽക്കാരൻ, അയാൾ അടക്കമുള്ളവരുടെ മുമ്പിൽ നിന്ന് നമ്മൾ മുഖം മൂടി അഴിച്ചു മാറ്റിയിട്ട് നമ്മൾ അയാളുടെ ഭാര്യയുമായി പുലർത്തിയ അവിഹിത ബന്ധത്തിൻ്റെ കെട്ടുകഥകൾ പൊട്ടിച്ചു വിടുമ്പോൾ എത്ര മാനക്കേടുണ്ടാകുമെന്ന്, ആ മഹ്ശറയിൽ നീ എങ്ങനെ നിൽക്കുമെന്ന് ആലോചിക്കണം. ഗൗരവമുള്ള വിഷയമാണ്. പടച്ചവനൊന്നും കാണാതെ പോകുന്നുവെന്ന് നമ്മൾ കണക്കാക്കരുത്. നമ്മളെ നാണം കെടുത്താൻ ഒരുപാട് അവസരം അള്ളാഹുവിന് മുമ്പിൽ ഉണ്ടായിട്ടും നമ്മൾ അപമാനിക്കാൻ അള്ളാഹുവിനെ കൊണ്ട് കഴിയുമായിരുന്നിട്ടും നിങ്ങളെ സംരക്ഷിച്ചു പിടിച്ചു. ഇപ്പോഴും നിങ്ങൾ മറച്ചു പിടിച്ച തിന്മകളെ അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്താണ്. ഇതൊക്കെ ഈ ദുനിയാവിൽ തന്നെ പുറത്തു കൊണ്ടുവരാൻ റബ്ബിന് എളുപ്പമുള്ള കാര്യമാണ് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഗൗരവത്തോടെ ഈ വിഷയങ്ങൾ ഏതെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പശ്ചാത്താപത്തോടുകൂടി മടങ്ങാൻ കഴിയണം. ഇതിലേക്കൊന്നും കടന്നു പോകാത്തൊരു നിരന്തരമായ ജാഗ്രത മരണം വരെയും എല്ലാവരും പുലർത്തുകയും വേണം. അള്ളാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബന റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.